അസ്സലാമു അലൈക്കും ബഹുമാനപ്പെട്ട ഹസൻ ഉസ്താദ്, പ്രിയപ്പെട്ട നാട്ടുകാരെ, പൂർവ്വ വിദ്യാർത്ഥികൾ, വളരെ സന്തോഷകരമായ ഒരു മുഹൂർത്തത്തിലാണ് നമ്മൾ ഒരുമിച്ച് കൂടിയിട്ടുള്ളത്. ഞാൻ ഇവിടേക്ക് വന്ന് ഇവിടെ 6ാം ക്ലാസ്സിലാണ് ആദ്യമായിട്ട് മദ്രസയിലേക്ക് ചേർന്നത്. അതുവരെ കൂമ്പാളയായിരുന്നു. പിന്നീട് ഇവിടെ മോശേരി സ്ഥലത്ത് വന്ന് ഹസൻ ഉസ്താദിൻ്റെ ശിക്ഷണത്തിലായിരുന്നു വളർന്നത്. ഉസ്താദിൻ്റെ നല്ല കൃത്യമായ ഇടപെടലുകൾ കാരണം നമ്മുടെ സംഘടനാപരമായിട്ടാണെങ്കിലും സ്ഥാപനപരമായിട്ടാണെങ്കിലും ഒന്നുമില്ലാതിരുന്ന ഒരു മേഖലയിൽ നിന്ന് എല്ലാ സംവിധാനങ്ങളും തുളുമ്പി നിൽക്കുന്ന ഒരു നാട്ടിലേക്ക് വരുമ്പോൾ അവിടെയുള്ള സംവിധാനങ്ങളെ കൃത്യമായിട്ട് എങ്ങനെ ഉപയോഗിക്കണമെന്ന് ഓരോ വിദ്യാർത്ഥികൾക്കും പറഞ്ഞു കൊടുക്കുന്നതിൽ ഉസ്താദിന് ദീർഘമായ ഇടപെടലുകളും ഉസ്താദിൻ്റെ ഭാഗത്തു നിന്നുണ്ടായിട്ടുണ്ട്. അതാണ് ദർസ് പഠനത്തിന് വേണ്ടിയിട്ട് എന്നെ പ്രേരിപ്പിച്ചത്. നമ്മുടെ ചെറിയ ഉസ്താദിൻ്റെ മകനായ പഠിക്കുകയും പിന്നീട് അവിടെ നിന്നും സിറാജുൽ ഹുദ കുറ്റ്യാടിയിൽ പഠിക്കാനും സാധിച്ചു. എൻ്റെ ജീവിതത്തിലെ ഏറ്റവും സുന്ദരമായ മുഹൂർത്തങ്ങളെല്ലാം സമ്മാനിച്ചത് ഈ ഒരു മദ്രസയിൽ നിന്നുള്ള കൃത്യമായ പ്രചോദനം അതിൽ നിന്ന് ഉൾക്കൊണ്ടാണ്. അതുകൊണ്ട് തന്നെ ജാമിയത്തുൽ ഹിന്ദിൻ്റെ കീഴിൽ ഹാദിയും ശേഷം മുഹ്തദിയും പിന്നെ സുറൈജിയും നേടാൻ എനിക്ക് സാധിച്ചു എന്നത് അൽഹംദുലില്ലാഹ് ഞാൻ അള്ളാഹുവിനെ സ്തുതിക്കുകയാണ്. ഉസ്താദിൻ്റെയും നമ്മുടെ ഉസ്താദന്മാരുടെയും ഇടപെടലുകൾ അത് ഈ നാട്ടിൽ ഒരുപാട് വെളിച്ചം കൊണ്ടുവന്നിട്ടുണ്ട്. ദീനി മേഖലയിൽ ഒരുപാട് സന്തോഷം നൽകിയിട്ടുണ്ട്. ഇനിയും ഒത്തൊരുമിച്ച് പുതിയൊരു ലോകത്തെ സ്വപ്നം കണ്ടുകൊണ്ട് അല്ലെങ്കിൽ പുതിയൊരു ലോകത്തിന് വലിയൊരു സുന്ദരമായ അടിത്തറവാകുന്ന തരത്തിലേക്ക് ഈ പൂർവ്വ വിദ്യാർത്ഥി സംഗമത്തോടെ നമുക്ക് ആരംഭം കുറിക്കണം. ഇനിയും ഒരുപാട് സംഗമങ്ങൾ, ഒരുപാട് ഒത്തുചേരലുകൾ നമുക്ക് സംഘടിപ്പിക്കണം. അതിലൂടെ ഒരുപാട് നാളെയുടെ നല്ല ആളുകളെ വാർത്തെടുക്കാനും നമുക്ക് സാധിക്കണം. അല്ലാഹു തൗഫീഖ് നൽകുമാറാകട്ടെ. SSFൻ്റെ ഭാഗത്തു നിന്നുള്ള മുമ്പ് യൂണിറ്റിലുണ്ടായിരുന്നു, ശേഷം സെക്ടറിൽ കുറേ കാലം പ്രവർത്തിച്ചു. ഇപ്പോൾ ഞാൻ കാര്യമായിട്ട് ഇടപെടലുകളില്ലെങ്കിലും സെക്ടറിൻ്റെ ഒരു ഭാഗമായി മെമ്പറായിട്ട് നിലകൊള്ളുകയാണ്. കാരണം ജോലി പകൽ സമയം മുഴുവനും ഡ്യൂട്ടിയാണ്, പിന്നെ രാത്രിയാണ് ഫ്രീ ഉണ്ടാവുക. അപ്പോൾ ആ സമയത്ത് പ്രവർത്തിക്കാൻ സാധിക്കില്ലാത്തൊരവസ്ഥ ആയതുകൊണ്ടാണ് ഈ നാട്ടിലധികം ഉണ്ടാവാറില്ല. എന്നിരുന്നാലും എല്ലാവിധ SSFൻ്റെ ഭാഗത്തു നിന്നുള്ള എല്ലാവിധ സന്തോഷങ്ങളും ആശംസകളും അറിയിച്ചുകൊണ്ട് അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി. അടുത്തത് നമ്മുടെ പ്രവാസി ഘടകത്തിൻ്റെ പ്രതിനിധിയായി എൻ്റെ വാക്ക് ബഷീർ മേലാവ നമ്മോട് സംസാരിക്കുന്നു. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി. ഈ ഒരു പ്രാസംഗികമൊന്നും അല്ലെങ്കിൽ മദ്രസ അതുപോലെ തന്നെ നമ്മുടെ പ്രവാസി ഈ മദ്രസയിൽ കൂടുതലായിട്ടൊന്നും പഠിച്ചിട്ടില്ല. മന്ദിരായ ഉസ്താദ് മലയമ്മ ഉസ്താദിൻ്റെ കീഴിൽ ഉസ്താദ് ഇവിടെ വന്ന കാലം മുതൽ ഏകദേശം ഉസ്താദ് ഇവിടെ ഈ മദ്രസയിൽ പഠിക്കുന്നിടത്തോളം വരെ താഴെ ഷെഡിലായിരുന്നു ഞങ്ങൾ പഠിച്ചത്. അനുഭവങ്ങൾ പറയാൻ ഒരുപാട് പറയാനുണ്ടാവും. തൽക്കാലം ഈ വേദി കൂടുതൽ സംസാരിക്കാൻ ഞാൻ ഇപ്പോൾ സമയമല്ലാത്തതുകൊണ്ട് ഇൻഷാ അല്ലാഹ് മറ്റൊരു സന്ദർഭത്തിലേക്ക് സമയം ഞാൻ പിന്നെ ഉപയോഗപ്പെടുത്താം. അതുകൊണ്ട് പ്രവാസ ലോകത്തിന് വേണ്ടി, പ്രവാസികൾക്ക് വേണ്ടി ഈ സംഗമത്തിൽ നിന്നും എല്ലാവർക്കും ആശംസ അറിയിച്ചുകൊണ്ട് നിർത്തട്ടെ. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി.